വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹിബിസ്കസ് ടീ, അതായത് ചെമ്പരത്തിപ്പൂ ചായ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ ചുവപ്പ് ചെമ്പരത്തി, 5 ഇതളുള്ള നാടൻ ചെമ്പരത്തി 8 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്കതിൻ്റെ ഇതളുകൾ മാത്രമൊന്ന് വേറെ ആക്കി എടുക്കാം. വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ചായയാണിത്. ബ്ലഡ് ഉണ്ടാവാനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും ഒക്കെ നല്ലതാണ്. പിന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്കൊക്കെ ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പം നമ്മൾ പൂവിൻ്റെ ഇതളുകളൊക്കെ വേറെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായി കഴുകിയതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടി ഞാൻ ഇവിടെ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗർഭിണികൾക്ക് ഈ ചായ കുടിക്കുന്നത് നല്ലതല്ല കേട്ടോ. എന്നാൽ മെൻസസ് ആവാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ മെൻസസ് ആവാൻ വേണ്ടിയിട്ട് ഈ ചായ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം നമുക്ക് മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര, അതല്ലെങ്കിൽ ശർക്കര, തേനോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ മധുരം ഇടാണ്ടാണ് സെർവ് ചെയ്യുന്നത്. ഞാൻ അരിച്ചെടുത്തിട്ടുള്ളത് 2 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ അര ലെമണിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ 2 ഗ്ലാസ്സിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ കളറൊക്കെ നല്ലൊരു റെഡ് കളറായിട്ട് വരുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. റസിയാസ് കിച്ചൺ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.